ശ്രീയാൻ്റെ ക്വസ്റ്റ്യൻ ക്രിമിനൽ കുറ്റം കൂട്ടമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സ്മൃതി, എനിക്ക് അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വി അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 74% വനിതാ മാധ്യമ പ്രവർത്തകർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് റിപ്പോർട്ടർ ടി വി. ഡെസ്കിൽ 74% വനിതാ മാധ്യമ പ്രവർത്തകരാണ്. ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡിൽ 2 പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന 2 വനിതാ മാധ്യമ പ്രവർത്തകരാണ്. ഞങ്ങളുടെ ഡെസ്ക് ചീഫിലിരിക്കുന്നത് വനിതാ മാധ്യമ പ്രവർത്തകയാണ്. കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിലും ഇത്രയധികം വനിതാ മാധ്യമ പ്രവർത്തകർ 74% മാധ്യമ പ്രവർത്തകർ വർക്ക് ചെയ്യുന്നുണ്ട്, വനിതാ മാധ്യമ പ്രവർത്തകർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിവില്ല. കാരണം നമ്മൾ അതിനകത്ത് അഭിമാനത്തോടു കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഈ റിപ്പോർട്ടർ ടി വി 1-ാം സ്ഥാനത്ത് എത്തിയത് ആരുടെയും പരിലാളന കൊണ്ടിട്ടല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളും ആണ് ഞാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വിയിൽ നിന്നും രാജിവെച്ചു പോയ 2 വനിതാ മാധ്യമപ്രവർത്തകർ, 2-3 മാസം മുന്നേ രാജിവെച്ചു പോയ 2 വനിതാ മാധ്യമപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ അവർക്കൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്ന വനിതാ മാധ്യമപ്രവർത്തകർ നമ്മുടെ മുന്നിൽ അതിന് മുൻപ് പറഞ്ഞിട്ടില്ല, നമ്മുടെ ICICയിൽ അതിന് മുന്നേ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ രാജിക്കത്തിലും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അതുകൂടാതെ ഈ കാര്യം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അയ്യോ ഇതൊന്നും ഞങ്ങൾ മറച്ചു വെക്കാം എന്നൊരു നിലപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ എന്തെങ്കിലും സംവിധാനമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പൂർണ്ണമായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് എൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അതിൽ എഡിറ്റോറിയൽ ബോർഡിൻ്റെയും നിലപാട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് നിലപാടും. അപ്പം നമുക്ക് ഇവർക്ക് എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകർ എന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത 2 വനിതാ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങളോട് പറയാം. നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാവിധ സഹകരണം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് തെറ്റില്ല. അതുമാത്രമല്ല, ഇവർക്ക് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടോ? പോലീസ് കംപ്ലയിൻറ്റിൻ്റെ ആ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുകയും അതിനകത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്നലെയാണ്. റിപ്പോർട്ടർ ടി വിയുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കാൻ ശ്രമിച്ചതും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും മിനിഞ്ഞാന്നെന്ന് പറയുന്നത് വടകരയിലും കോഴിക്കോടും ഒക്കെ കയ്യേറ്റം ശ്രമിച്ച മിനിഞ്ഞാന്നാണ്. അപ്പോൾ ഈ പോസ്റ്റുകളൊന്നും വന്നിട്ടില്ലല്ലോ, ഒരു കാര്യവും നടന്നിട്ടുമില്ല. ആ സമയത്ത് എന്തിനാ യൂത്ത് കോൺഗ്രസ്സുകാർ റിപ്പോർട്ടർ ടി വിയുടെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ശ്രമിക്കാൻ ശ്രമിച്ചത്? അവരടിക്കാൻ ശ്രമിച്ചത് എന്തിനാ? വാഹനം പൊറിച്ചത് എന്തിനാ? തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചത് എന്തിനാ? ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മളോടുള്ള ഒരു അസഹിഷ്ണുത കൊണ്ടല്ല, എന്താണ് നമ്മൾ ചെയ്ത വാർത്തയോടുള്ള പ്രതിഷേധമാണ്. നമ്മൾ ചെയ്ത വാർത്ത എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ 1, 2, 3 പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരെ ഗർഭിണിയാക്കുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്ത ഓഡിയോ പുറത്തുവന്ന് ടെലികാസ്റ്റ് ചെയ്താണ് പ്രശ്നം. അതാണ് ഇവർക്ക് വാർത്ത ചെയ്തതിൽ പ്രശ്നം. ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് മൂടി വെക്കണോ? ഇത് മൂടി വെച്ചിട്ട് അയ്യോ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ത്രീ ലംബടനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? നമ്മളെ കിട്ടില്ല അതിന്, മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളോട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിളിച്ചു പറയാണ് ഇതൊക്കെ നിങ്ങൾക്കെതിരെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഒതുക്കി തീർക്കുന്നത് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടർ ടി വി ഇവരെയെല്ലാം കള്ളന്മാരെയും ഈ കൊള്ളക്കാരെയും ഈ പീഡകരെയും എല്ലാം സംരക്ഷിച്ച് ഇവരെല്ലാം ഈ പറഞ്ഞ് ഇനിയും പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സംവിധാനത്തിലേക്ക് ഇറക്കി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനെതിരെ ഏത് നിലപാട് സ്വീകരിക്കണം? ഇത് റിപ്പോർട്ടർ ടി വി പൂട്ടേണ്ടി വന്നാലും ആ നിമിഷം വരെ ഞങ്ങൾ പോരാടും എന്നുള്ളതാണ്. സ്ത്രീകൾ നടത്തിക്കൊണ്ട് പോകുന്ന ചാനലാണിത്, വനിതാ പ്രവർത്തകർ നടത്തിക്കൊണ്ട് പോകുന്ന ചാനലാണ്. അഭിമാനത്തോടു കൂടി മാനേജിംഗ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റും. കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്ക് അത് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അപ്പം ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പട ഗുണ്ടകൾ റിപ്പോർട്ടർ ടി വിയുടെ തൃശ്ശൂർ ഓഫീസിലേക്ക് വന്ന് അടിച്ചു കയറി പൊളിക്കുകയാണ്. ഏത് ശൈലിയിലാണ്? കരിയൂരൊഴിക്കുകയാണ്. റിപ്പോർട്ടർ ടി വി ചെയ്ത തെറ്റെന്താ? യൂത്ത് കോൺഗ്രസ് പറയണ്ടേ? റിപ്പോർട്ടർ ടി വി ചെയ്ത തെറ്റെന്താ? കോൺഗ്രസ് നേതാക്കന്മാർ പറയണ്ടേ? എന്ത് തെറ്റ് ചെയ്തത്? വാർത്ത കൊടുക്കുക. എന്ത് വാർത്ത കൊടുക്കേണ്ടതാണ് അവരുടെ നിലപാട്? വരുന്ന വാർത്തകളെല്ലാം മൂടി വെക്കുക എന്നുള്ള നിലപാടാണോ സ്വീകരിക്കേണ്ടത്? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ കോൺഗ്രസിനെതിരെയോ ഞങ്ങൾ BJPക്കെതിരെയോ നമ്മൾ CPM എതിരെയല്ല വാർത്ത ചെയ്യുന്നത്, വാർത്തകളെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. റിപ്പോർട്ടർ ടി വി 1-ാം സ്ഥാനത്ത് വന്നത് എങ്ങനെയാണെന്നറിയോ? റിപ്പോർട്ടർ ടി വി റൈറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത കൊടുത്തിട്ടല്ല, വാർത്ത നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് കിട്ടിയ റൈറ്റിംഗ് ആണ് റിപ്പോർട്ടർ ടി വി 1-ാം സ്ഥാനം എന്ന് പറയുന്നത്. ഞങ്ങൾ കിട്ടിയ വാർത്തകളെല്ലാം നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. ഞങ്ങൾ അതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല, ഞങ്ങൾ മൂടി വെച്ചിട്ടില്ല. ഈ പറയുന്ന ഒരു മാധ്യമങ്ങളും കേരളത്തിലേക്ക് കൊടുക്കാത്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഓഡിയോ എടുത്ത് കൊടുത്തു. അതുകൊണ്ടാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കുന്നത് അല്ലേ? ആ പെൺകുട്ടി ഇന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി ഓഡിയോകളുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം, വീഡിയോകളുണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ആ കുട്ടി പറയണം സാർ നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളൂ, ഈ ഇരയായ കുട്ടികൾ പറയട്ടെ ഞങ്ങൾ കൊടുക്കുക. അത് ഞങ്ങളെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം. ഇനി ഇവർ മിണ്ടുന്നില്ല, ഞങ്ങളൊന്ന് കോംപ്രമൈസ് ആകുമെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് വേണം നിങ്ങൾക്ക് തെറ്റി.
ആ ഒരു ശൈലിയിലേക്ക് നമ്മളെ ഒതുക്കി തീർത്ത് കളയുക, കേരളത്തെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കളയുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലും, അടിക്കും, ഞങ്ങൾ സമരം നടത്തും, കരിയോയിലൊഴിക്കും, വണ്ടി തല്ലിപ്പൊളിക്കും, മാധ്യമപ്രവർത്തകരെ തല്ലും എന്ന് പറയുന്ന ശൈലിയിലേക്ക് എന്ന് തുടങ്ങിയ കോൺഗ്രസ് മാറി എന്നുള്ളതാണ്. ഇവരുടെ ശൈലി അതാണോ? കോൺഗ്രസിൻ്റെ സംസ്കാരം അതാണോ? ഈ കോൺഗ്രസിൻ്റെ സംസ്കാരം വെച്ചിട്ടാണോ കോൺഗ്രസ് ഇത്രയും നാളും വളർന്നത്? നമ്മൾ ഭരണഘടന ഉയർത്തി വന്ന രാഹുൽ ഗാന്ധിൻ്റെ ഫോട്ടോ എടുത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കൊടുത്തുകൊണ്ടിരുന്നതാണ് ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ സ്ഥലത്തും ഇപ്പം സമരം ചെയ്യുന്നതിനാ രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സമരം ചെയ്യുന്ന രാഹുൽ ഗാന്ധിൻ്റെ കേരളത്തിലെ അണികളും നേതാക്കന്മാരും ഒരു മാധ്യമ സ്ഥാപനം അടിച്ചു പൊളിക്കാൻ പോവുകയാണ് ചെയ്യേണ്ടത്. അതാണോ? ഇന്നിപ്പോൾ അടുത്ത പോസ്റ്റ് നോക്കാം, നാളെ രാവിലെ റിപ്പോർട്ടർ TVയുടെ ആസ്ഥാനത്തേക്ക് സമരം നടത്തുന്നുള്ളത്. നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിൻ്റെ പീഡനം ഇല്ലാതാകാൻ പോകുന്നില്ല, അല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം ഇല്ലാതിരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല. നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത്, നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നടപടി സ്വീകരിച്ചത്, നിങ്ങൾക്കാണിത് മനസ്സിലായത്. നിങ്ങളുടെ വനിതാ നേതാക്കന്മാരാണ് ഇവനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പോസ്റ്റിൽ ഇരുത്താൻ പറ്റില്ല, ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ വനിതാ നേതാക്കന്മാരാണ്, റിപ്പോർട്ടർ TV അല്ല. റിപ്പോർട്ടർ TV ചെയ്തത് എന്താ? വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി കിട്ടിയാലും ടെലികാസ്റ്റ് ചെയ്യും, അത് ഇന്ന പാർട്ടി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, റിപ്പോർട്ടർ TV ഈ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നത് ഈ 2 വർഷത്തൊക്കെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ചാനലായത് ഇവരുടെ ആരെയും പരിലാളന ഏറ്റുവാങ്ങിയിട്ടല്ല, കോൺഗ്രസ്സുകാരുടെ പരിലാളന ഏറ്റുവാങ്ങിയിട്ടല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പരിലാളന ഏറ്റുവാങ്ങിയിട്ടല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഈ റിപ്പോർട്ടർ TVക്ക് ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ജനങ്ങളെ പ്രേക്ഷകർ തന്നതാണ്. ആ പ്രേക്ഷകർ തരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇമാതിരി വാർത്തകൾ മൂടി വെക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതിന് പകരം റിപ്പോർട്ടർ TVയിലെ മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും എഡിറ്റോറിയൽ മെമ്പേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും അവഹേളിച്ച് പുറത്താക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തുക, പേടിച്ച് പിന്മാറുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ ഒരു മാനേജ്മെൻറ്റും അങ്ങനെ ഒരു എഡിറ്റോറിയൽ ബോർഡും അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകരും അല്ല റിപ്പോർട്ടർ TVയിലുള്ളത് എന്നുള്ളതാണ്. റിപ്പോർട്ടർ TV ഒരു സ്റ്റാഫിനെ എടുക്കുന്ന സമയത്തും അവരെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല സ്റ്റാഫിനെ എടുത്തിട്ടുള്ളത്. കാരണം ഓരോ മാധ്യമപ്രവർത്തകരും റിപ്പോർട്ടർ TVയിൽ വന്നതിന് ശേഷം അവരുടെ ശൈലിയും അവരുടെ രൂപം വന്ന മാധ്യമപ്രവർത്തകരുണ്ട് റിപ്പോർട്ടർ TVയിൽ. ഒന്നും അറിയാത്ത സാധാരണ കുട്ടികൾ വന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ ആരെയും ബാക്ക്ഗ്രൗണ്ട് തപ്പിപ്പോയിട്ടല്ല ഉള്ളത്. പല ആൾക്കാർക്ക് പലതായ സംവിധാനങ്ങളുണ്ട്, നമുക്കറിയാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥാനത്തെ പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ള അത് റിപ്പോർട്ടർ TV എന്നുള്ളതല്ല, കേരളത്തിൽ എവിടെയാണെങ്കിലും പുറത്ത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മടിയില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയതിന് ശേഷം ഞങ്ങൾ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ശൈലിയുള്ളവരേ അല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ തെറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് മുന്നിലിട്ട് പറയാൻ ഒരു മടിയില്ല. അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന സ്ഥാപനത്തിൽ ആരുടെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ കോൺഗ്രസ്സുകാർ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പീഡനം മറയ്ക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗർഭചിത്രം മറയ്ക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടറിനെ കരിവാരിത്തേക്കാമെന്ന് വിചാരിക്കേണ്ട. അത് നിങ്ങളുടെ മനസ്സിലിരിപ്പ് മാത്രമാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളിതെല്ലാം നിർത്തിപ്പോകും, നമ്മൾ ഈ നാളെ രാവിലെ തുടങ്ങി കോൺഗ്രസിനെതിരായ വാർത്ത കൊടുക്കൂല എന്നുള്ളതല്ല. ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാം കൊടുക്കും, ഇനിയും കൊടുക്കും. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ നാളെ കൊടുക്കാൻ ഇവർ സമ്മതിക്കുകയാണെങ്കിൽ നാളെയും കൊടുക്കും. ആ വാർത്ത നമ്മുടെ കയ്യിൽ ഉണ്ട് താനും. പക്ഷെ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ഈ ഇരയായ പെൺകുട്ടികൾ പറയണം, കൊടുക്കാൻ വേണ്ടി. അവരോട് അനുവാദം മേടിച്ചിട്ടാണ് ഇതുവരെയുള്ളത് മുഴുവൻ കൊടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞതിന് ശേഷമാണ് ഇതുവരെയുള്ളത് മുഴുവൻ കൊടുത്തിട്ടുള്ളത്. അവർ പറയുന്ന വാക്ക്, ഈ പറയുന്ന കരച്ചിലൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണോ? ഇവർ പീഡിപ്പിച്ചതിൻ്റെയും ഇവർ ഗർഭചിത്രം നടത്തിയതിൻ്റെയും ഇവർ ചെയ്ത എല്ലാ തെമ്മാടിത്തരത്തിൻ്റെയും നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണോ? ഷാഫി പറമ്പിലിനോട് പറയുന്നത് ഷാഫി പറമ്പിൽ ന്യായീകരിച്ചോ? ഷാഫി പറമ്പിൽ ന്യായീകരിക്കാം. കാരണം എന്തുകൊണ്ടാണ്? ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കും. കാരണം ഇവർ ഒന്നിച്ചാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പേഴ്സണലി. അപ്പം ഇത് ന്യായീകരിക്കുന്ന കാര്യത്തിന് ഒരു ഡൗട്ടും വേണ്ട. ആ ന്യായീകരണം റിപ്പോർട്ടർ TVൻ്റെ ഓഫീസിലേക്കും റിപ്പോർട്ടർ TVയുടെ മാനേജ്മെൻറ്റിനെതിരെയും റിപ്പോർട്ടർ TVയുടെ മാധ്യമ പ്രവർത്തകർക്കെതിരെയും വരാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളത് കയ്യിൽ വെച്ചാൽ മതി. ഒരു കാര്യത്തോടെ ഞാൻ അവസാനത്തോട് പറയുകയാണ്, ദയവേത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മാധ്യമ സ്ഥാപനത്തെ തല്ലിയത് കൊണ്ടോ, ഒരു മാധ്യമ സ്ഥാപനത്തേക്ക് മാർച്ച് നടത്തിയത് കൊണ്ടോ, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വാഹനം അടിച്ചു പൊളിച്ചതുകൊണ്ടോ, ഒരു മാധ്യമ പ്രവർത്തകരെ തല്ലിയത് കൊണ്ടോ ഈ പറയുന്ന കേസ് ഇല്ലാതാവില്ല. നിങ്ങളുടെ പ്രശ്നത്തിന് കണ്ണാടി തല്ലി പൊളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ അതിന് നിലപാട് സ്വീകരിക്കണം. ഒരക്ഷരം ഇന്ന് കോൺഗ്രസിലെ ഒരു നേതാവും പറഞ്ഞില്ലല്ലോ. ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഏത് അർത്ഥത്തിലാണ് ഒരു സമരം നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ മറുപടി പറയുന്നതിന് കാരണം അവർക്കറിയാം ഇത് പറയുന്ന ഈ ഗുണ്ടാ സംഘത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. ഈ ഗുണ്ടാ സംഘത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ മറുപടി പറയാത്തത്. ഇന്നും നാളെയും സമരം നിശ്ചയിക്കുന്ന ഇവരാണ് നിശ്ചയിക്കുന്നത്. ഇവരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്, ഇവരാണ് പോസ്റ്റുകൾ തയ്യാറാക്കുന്നത്, ഇവരാണ് പ്രവർത്തിക്കുന്നത്. സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇതെല്ലാം നേതാക്കന്മാരാണെന്നാണ് വിചാരിക്കുന്നത്. ഈ നേതാക്കന്മാരാണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങി തിരിച്ചു വരുന്നത്. ഇതൊരു ഗുണ്ടാ ടീമാണ്. ഈ ടീം ചെയ്യുന്നത് സൈബർ ലിഞ്ചിങ്ങും സൈബർ ഗുണ്ടായിസാണ്. സൈബർ ഗുണ്ടായിസ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വാർത്ത വന്നതിന് ശേഷം എത്രയെങ്ങാനും സ്ത്രീകൾക്കെതിരെയാണ് വാർത്ത പുറത്തു വന്നത്.
ഒരു കുറ്റവും ചെയ്യാത്ത, ഇതിൻ്റെ ഒരു ഭാഗമാക്കാത്ത കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരെ കുറിച്ച് ഞാൻ പറയുന്നത് CPM-ൻ്റെയും BJP-ൻ്റെ അല്ല. ഒരു വനിതാ പ്രവർത്തകർക്കെതിരെയും ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകർ എത്ര പേരെയാണ് ഈ പറയുന്ന പെരുവഴിയിലേക്ക് വലിച്ചിട്ടത്, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടത്, എന്നിട്ട് അവരെ അവഹേളിക്കുക. ആ കമൻ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുന്നത്. ഇതാണോ കോൺഗ്രസിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്? ഈ സംസ്കാരം നല്ലതല്ല. ദയവ് ചെയ്ത് മുതിർന്ന നേതാക്കന്മാർ ഇതിനകത്ത് ഇടപെടുക. ഇതുവരെ ചെയ്തതെന്ന് പറയുന്നത് എന്താണ്? ഇതുവരെ ചെയ്തത് ഏതോ ഒരു ടീം ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ ടീമിനെ നിങ്ങൾക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുന്നുണ്ടോ ശ്രമിക്കുക. അത് നിലയ്ക്ക് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് വരും കാലങ്ങളിൽ നിങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.